ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് ഇത്. ക്യാരറ്റ് ജിഞ്ചർ വൈനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ബീട്രൂട്ട് വൈന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ പഴം വൈനും ഇൻസ്റ്റൻറ്റ് ജിഞ്ചർ വൈനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം, എല്ലാവരും കാണണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് ജിഞ്ചർ വൈൻ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് വൈനാണ്. ഇത് നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 1/2 കിലോ ക്യാരറ്റും ഒരു 100 ഗ്രാം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഈ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞോ ചതച്ചോ എടുക്കാം. അതുപോലെ ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിത് വട്ടത്തിൽ അരിഞ്ഞെടുത്തു. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് മോഡിലിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഏലക്കായ, ഒരു 7-8 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട. ഏലക്കായ ഞാനൊന്ന് ചതച്ച് കൊടുത്തു, അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഈ ഒരു സ്റ്റീൽ കപ്പിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ വരുന്ന കൊത്തിൽ വീണ്ടും വെള്ളം, ഞാനൊരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനെ കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കപ്പിൽ, ഇത് 240 ml അളവ് കപ്പാണ്. ഇതിലൊരു 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത്, മധുരം ആവശ്യത്തിന് മതിയെങ്കിൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പൂണ് മരത്തിൻ്റെതായിരിക്കണം. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതും ആയിരിക്കണം. അതുപോലെ ഇതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ വെയിലിൽ വെച്ച് ഉണക്കി എടുത്തതായിരിക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു ഓറഞ്ചും ഒരു നാരങ്ങയും നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊന്നുമില്ലാതെ അരിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയും ഓറഞ്ചും പിഴിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം.
നമ്മൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കണം. പുതിയ ബോട്ടിലാണെങ്കിലും നന്നായിട്ട് കഴുകി വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തതായിരിക്കണം. അല്ല ഇത് പിക്കിളിടാൻ ഉപയോഗിക്കുന്ന ഒന്നും എടുക്കരുത്. ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള ബോട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. എന്നിട്ട് നല്ലപോലെ കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. ചെറിയ ഒരു ലൈറ്റ് ചൂടോടുകൂടെയുള്ള, നല്ല ചൂട് പാടില്ല, വളരെ ചെറിയ ചൂട് മതി. അതിൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കുന്ന ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തുണി വെച്ച് കെട്ടി വെച്ചു. ഇനി ഇത് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കിനി നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു പാത്രത്തിലേക്ക് അരിപ്പയിലൂടെ ഒഴിക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലൂടെ വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിലോട്ട് ഒഴിച്ചു വെച്ചു. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിലോട്ട് അരിച്ച് ഒഴിച്ചു. അപ്പോൾ ഇനി ഈ വേസ്റ്റ് നമുക്ക് കളഞ്ഞിട്ട് ബോട്ടിൽ അടച്ചു വയ്ക്കാം. അധികം ടൈറ്റാക്കാതെ അടച്ചു വയ്ക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. Happy Christmas and Happy New Year to all of you.